നമസ്കാരം. മുല്ലപ്പെരിയാറിന് നൽകുന്ന ഒരു മുന്നറിയിപ്പാണോ തുംഗഭദ്ര? ഒരു സൂചനയാണോ കാലപ്പഴക്കം കൊണ്ട് ഡാമിൻ്റെ ഷട്ടർ തകർന്ന വാർത്ത? മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ആശങ്കയിൽ കഴിയുന്ന കേരളത്തിൻ്റെ മുന്നിൽ ഇപ്പോൾ ഇടുത്തി വീണ പോലെയാണ് തുംഗഭദ്ര ഡാമിൻ്റെ ഷട്ടർ തകർച്ച വാർത്ത പുറത്തു വരുന്നത്. കർണാടക കൊപ്പൽ ജില്ലയിലെ തുംഗഭദ്ര അണക്കെട്ടിൻ്റെ ഒരു ഷട്ടറാണ് നിലവിൽ ഇപ്പോൾ തകർന്നിരിക്കുന്നത്. പൊട്ടിയ 19ാം ഗേറ്റിലൂടെ 35,000 ക്യൂസെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുകുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അണക്കെട്ടിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായിട്ട് 33 ഗേറ്റുകളും ഇപ്പോൾ തുറക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ്. 1,00,000 ക്യൂസെക്സ് വെള്ളമാണ് ഇതുവരെ ആ ഡാമിൽ നിന്നും ഒഴുകിയത്. കൊപ്പൽ, വിജയനഗർ, ബെല്ലാരി, റായ്പൂർ എന്നീ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കർണാടകയിലെ ഈ ഡാമിൻ്റെ ഷട്ടറുകളെ ബാധിച്ച തകർച്ച കേരളത്തിന് ഒരു ദുസൂചനയാണോ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പായിട്ടോ നമുക്കിത് കരുതാൻ സാധിക്കും. കേരളത്തിൻ്റെ ജലബോംബായിട്ടുള്ള മുല്ലപ്പെരിയാർ ഡാമിൻ്റെയും തുംഗഭദ്ര ഡാമിൻ്റെയും സമാനതകൾ തന്നെയാണ് അങ്ങനെ പറയാനുള്ള ഒരു പ്രധാന കാരണവും. പമ്പ സാഗർ എന്നറിയപ്പെടുന്ന തുംഗഭദ്ര അണക്കെട്ട് അത് കർണാടകയിലെ ഹൊസപേട്ട കൊപ്പൽ സംഗമ സ്ഥാനത്ത് തുംഗഭദ്ര നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജലസേചനം, അതുപോലെ തന്നെ വൈദ്യുതോൽപാദനം, വെള്ളപ്പൊക്കം നിയന്ത്രണം തുടങ്ങി കർണാടക, ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ അവർ ആശ്രയിക്കുന്ന ഈ ഡാം അത് നിർമ്മിച്ചത് തന്നെ 1949-ലാണ്. അതായത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെയും നിർമ്മാണത്തിന് വർഷങ്ങൾക്കിപ്പുറം മുല്ലപ്പെരിയാർ കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ സുർക്കി അണക്കെട്ടാണ് ഈ തുംഗഭദ്ര അണക്കെട്ട് എന്ന് പറയുന്നത്. ശർക്കരയും കരിമീനീരും മുട്ടവെള്ളയും ഒക്കെ ചേർത്ത് തയ്യാറാക്കിയ സുർക്കി മിശ്രിതം, അല്ലെങ്കിൽ സുർക്കി ചാന്ത് എന്ന് പറയും, അതിൽ കരിങ്കല്ലിൽ കെട്ടി ഉണ്ടാക്കിയതാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. 1950 ഇന്ത്യൻ ഭരണഘടന റിപ്പബ്ലിക്കായി മാറിയതിന് ശേഷം ഇത് മൈസൂരിൻ്റെയും ഹൈദരാബാദിൻ്റെയും ഒക്കെ സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായിട്ട് മാറുകയായിരുന്നു. ഹൈദരാബാദിലെ വെപ്പ കൃഷ്ണമൂർത്തിയും പള്ളിമല്ലി പപ്പയ്യയും മദ്രാസിലെ തിരുമല അയ്യങ്കാറുമായിരുന്നു അണക്കെട്ടിൻ്റെ മുഖ്യ ശില്പികൾ. തെലങ്കാനയിലെ മഹ്ബൂബ് നഗറിലെ കോണൂരിൽ നിന്നുള്ള വെങ്കട്ട് റെഡ്ഡി മുലമല്ലയാണ് അണക്കെട്ടിൻ്റെ മുഖ്യ കരാറുകാരൻ. അണക്കെട്ടിൻ്റെ നിർമ്മാണ സാഹചര്യങ്ങളിലും മുല്ലപ്പെരിയാറിനോട് സമാനമായിട്ടുള്ള അന്തരീക്ഷം നമുക്ക് ഈ അണക്കെട്ടിലും കാണാൻ സാധിക്കുന്നതാണ്. 1860 അന്നത്തെ ബെല്ലാരി, അനന്തപൂർ, കർണൂൽ, കടപ്പ എന്നീ ജില്ലകൾ ഉൾപ്പെടുന്ന ക്ഷാമബാധിത പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധ അന്ന് ആകർഷിച്ചിരുന്നു. ക്ഷാമപ്രദേശങ്ങളിലെ പട്ടിണിയുടെ തീവ്രത കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 80 വർഷത്തോളം നീണ്ടുനിന്ന ചർച്ചകൾക്കും അതോടൊപ്പം തന്നെ അന്വേഷണങ്ങൾക്കും ഒടുവിലാണ് ഈ തുംഗഭദ്രയിലെ ജലസംഭരണത്തിനായിട്ട് അണക്കെട്ട് എന്ന ഒരു ആശയം അവിടെ ഉയർന്നു വന്നത്. ജലസേചനം നൽകുന്നതിനുള്ള കനാലുകളുടെ സംവിധാനത്തിലൂടെയും തുംഗഭദ്ര ജലം വിളവെടുക്കുന്നതിനും ഉപയോഗിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും നിരവധി കരാറുകളൊക്കെ തന്നെ ഏർപ്പെടുത്തുകയുണ്ടായി. 1860 മദ്രാസ് പ്രസിഡൻസിയിലെ സർ ആർത്തർ കോട്ടനാണ് തുംഗഭദ്ര പദ്ധതിക്ക് തുടക്കമിട്ടത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ പിന്നീട് പരിഷ്കരിക്കുകയും വികസിപ്പിക്കുകയും 1933 എൻ പരമേശ്വരൻ പിള്ള പദ്ധതി പരിഷ്കരിക്കുകയും ചെയ്തു. 1940 മദ്രാസ് പദ്ധതിയുടെ വിശദമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ അവസാനം കരാറുകളുടെ അടിസ്ഥാനത്തിൽ ബെല്ലാരിയിലെ അന്നത്തെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എൽ വെങ്കടകൃഷ്ണ അയ്യരും 1942-47 കാലഘട്ടത്തിനിടയിൽ രാജ്യത്തു നിന്നുള്ള ചീഫ് എഞ്ചിനീയർ FM മദ്രാസ് പ്രസിഡൻസിയിൽ നിന്നുള്ള ശ്രീ പള്ളിപ്പല്ലി പപ്പയ്യയും അതോടൊപ്പം തന്നെ MS തിരുമൽ അയ്യങ്കാർ എന്നിവർ ചേർന്ന് പദ്ധതി നിർവഹിച്ചു. മുല്ലപ്പെരിയാറിന് മുകളിൽ വിലങ്ങുതടിയായിട്ട് നിൽക്കുന്ന തമിഴ്നാട് കേരളം തർക്കം പോലെ ഈ തുംഗഭദ്രയ്ക്കും പറയാനുണ്ട് തർക്കങ്ങളുടെ ചരിത്രം. 1861 മദ്രാസ് സർക്കാർ കുർണൂൽ കടപ്പ കനാൽ, അതായത് KC കനാൽ നിർദ്ദേശത്തോടെയാണ് തുംഗഭദ്രയുടെ ജലം പങ്കിടുന്നത് സംബന്ധിച്ച തർക്കങ്ങൾക്ക് തുടക്കമായത്. കനാൽ നിർമ്മാണം സംബന്ധിച്ച് കരാർ ഉണ്ടായിട്ടും തുംഗഭദ്ര ജലം പങ്കിടുന്നത് സംബന്ധിച്ച് മൈസൂർ, മദ്രാസ് സർക്കാരുകൾ തമ്മിൽ പൊതുധാരണയുണ്ടായിരുന്നില്ല. ഇതോടെ 1930 മദ്രാസ് സർക്കാർ തുംഗഭദ്രയിൽ ഒരു സംയുക്ത പദ്ധതി നിർദ്ദേശിച്ചു. തുടർന്ന് മദ്രാസ്, മൈസൂർ, അതുപോലെ തന്നെ ഹൈദരാബാദ്, ബോംബെ സർക്കാരുകൾ തമ്മിൽ നിരവധി സമ്മേളനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നെങ്കിലും എല്ലാം തന്നെ അനിശ്ചിതത്വത്തിലായി. 1936 മദ്രാസും അതോടൊപ്പം തന്നെ മൈസൂർ സർക്കാരുകൾ തമ്മിലും 1938 മദ്രാസും ഹൈദരാബാദും തമ്മിലും കരാറുണ്ടായി. എന്നാൽ മദ്രാസും ഹൈദരാബാദും തമ്മിലുള്ള കരാറിലെ ചില അസ്വാരസ്യങ്ങൾ അത് നടപ്പിലാക്കുന്നതിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കിയില്ല. പിന്നീട് 1944 ജൂൺ 26 മദ്രാസിലെയും അതോടൊപ്പം തന്നെ ഹൈദരാബാദിലെ ഗവൺമെൻറ്റുകൾ തമ്മിൽ നടന്ന ഒരു സമ്മേളനത്തിലാണ് ഈ ജലവിതരണോ പദ്ധതി സംയുക്തമായിട്ട് ഏറ്റെടുക്കുന്നതും ആ ചെലവ് ഇരു സംസ്ഥാനങ്ങളും തുല്യമായിട്ട് തന്നെ പങ്കിടുന്നതും സംബന്ധിച്ച്
അന്തിമമായിട്ടുള്ളൊരു തീരുമാനത്തിലെത്തിയത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കാലപ്പഴക്കം തുംഗഭദ്ര അണക്കെട്ടിൻ്റെ ഷട്ടറുകളെ ബലഹീനമാക്കിയപ്പോൾ കർണാടകയിലെ 4 ജില്ലകൾ ഇപ്പോൾ ആശങ്കപ്പെടുമ്പോൾ ഇതിലും വലിയൊരു ദുരന്ത സാഹചര്യമാണ് കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമ്പോൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ അരുതാത്തതിനെക്കുറിച്ചുള്ള ആശങ്ക ഇപ്പോൾ ഏറുകയാണ്. ഇതിനൊക്കെ ഇടയിലും മുല്ലപ്പെരിയാർ ഡാം അടിയന്തരമായിട്ട് ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യത്തോട് അധികാരികളെല്ലാം തന്നെ ഇപ്പോഴും മുഖം തിരിക്കുകയാണ്. സംസ്ഥാനത്തെ 5 ജില്ലകൾ പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റാൻ ശേഷിയുള്ള കേരളത്തിൻ്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ദുരന്തത്തോട് ഇത്തരമൊരു നിസ്സംഗ മനോഭാവം കേരളം പുലർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്കു വേണ്ടിയാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.